ഹായ്, ഐ എം റിയാസ് മജീദ്. വെൽക്കം ടു ലാം PSC. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാലോചിതമായിട്ടുള്ള ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്താൻ കഴിയും. കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ചേഞ്ചസ് വരുത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. അപ്പോൾ എത്ര തരത്തിൽ നമുക്ക് നമ്മുടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര തരത്തിൽ അമെൻഡ് ചെയ്യപ്പെടും? ഏത് ഹൗസിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനുള്ള ബില്ല് കൊണ്ടുവരുന്നത്? അതോ 2 ഹൗസിൽ നിന്നും കൊണ്ടുവരാമോ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് പ്രസിഡൻറ്റിൻ്റെ പെർമിഷൻ വേണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്കൊക്കെ ഒരു ചോദ്യം വരാം, ഏത് ആർട്ടിക്കിളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടത്? അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 368 പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചുള്ള പവർ പറയുന്നത് ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പാർട്ട് 20 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം. ആർക്ക് അമെൻഡ് ചെയ്യാം? പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യാമെന്ന് പറയുന്നത്? കാരണം പാർലമെൻറ്റിന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ കഴിയൂ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി ഉള്ള ഫെഡറലിസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. അതായത് സെൻട്രലിനാണ് പവർ കൂടുതൽ. അതായത് ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ആയതുകൊണ്ടും നമ്മുടെ പാർലമെൻറ്റിന് മാത്രമേ ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതി വരുത്താൻ കഴിയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതാണ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അതിൻ്റെ അകത്ത് ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ആണ്. എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോസ്. ജുഡീഷ്യറിയുടെ ജോലി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി ആ ലോ വാലിഡ് ആണോ അല്ലയോ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ജുഡീഷ്യറിയുടെ ജോലി. അപ്പോൾ ഒരു നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അത് ജുഡീഷ്യറിയാണ്. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ ഏത് കപ്പാസിറ്റി അനുസരിച്ചാണ് ജുഡീഷ്യറി അത് ചെയ്യുന്നത്? ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ആ ജുഡീഷ്യൽ റിവ്യൂവും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ടോപ്പിക്കുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണെന്നല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനെ പാർലമെൻറ്റ് അമെൻഡ് ചെയ്യുമ്പോൾ ആ അമെൻഡ് ചെയ്യപ്പെട്ടത് ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജുഡീഷ്യറിയാണ്. അത് ഭരണഘടനാപരമല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ആ അമെൻമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ, ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കി ആ നിയമത്തെ ക്യാൻസൽ ചെയ്യുന്നത് ആരാണ്? അത് ജുഡീഷ്യറിയാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ദോസ് പ്രൊവിഷൻ വിച്ച് ഫോം ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ, ആ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു അമെൻമെൻറ്റും പാർലമെൻറ്റിന് കൊണ്ടുവരാൻ കഴിയില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ വന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പ്രകാരം ജുഡീഷ്യറിക്ക് ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ റിവ്യൂ പവർ ഉപയോഗിച്ച് ആ നിയമത്തെ അസാധുവാക്കാൻ കഴിയും. അപ്പോൾ ഓർക്കുക, പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ കഴിയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 368 പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി എങ്ങനെയാണ് ഈ അമെൻമെൻറ്റ് നടത്തുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്? എത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറാണ് അമെൻമെൻറ്റിനുള്ളത്? അത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യനിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. An amendment initiated only by the introduction of a bill for the purpose in either house of parliament. അതായത് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി ലെജിസ്ലേച്ചറിൻ്റെ അകത്ത് പഠിച്ചു എങ്ങനെയാണ് പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ആ പ്രൊസീജിയേഴ്സ് എന്താണ്? ഒരു MPയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററോ ഒരു ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ലിൽ ഡിസ്കഷൻസ് ഉണ്ടാവുന്നു. അതിനുശേഷം ആ ബില്ല് വോട്ടിന് വെക്കുന്നു. അതിനുശേഷം അത് അടുത്ത ഹൗസിലേക്ക് അയക്കുന്നു. അവിടെയും ഇതേ പ്രൊസീജിയറൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു.
അതിനുശേഷം പ്രസിഡന്റിന്റെ അസന്റോടുകൂടി ആ ബില്ല് ഒരു ആക്റ്റായി മാറുകയാണ്. ആ ഒരു പ്രൊസീജിയറാണ് ഒരു ബില്ലിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമുക്ക് 2 ഹൗസസ് ആണ് പാർലമെന്റിലുള്ളത്. നമുക്ക് 2 ഹൗസ് പാർലമെന്റിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ലെജിസ്ലേച്ചർ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഹൗസ് പാർലമെന്റിലുണ്ട്. അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിലും കൊണ്ടുവരാം, രാജ്യസഭയിലും കൊണ്ടുവരാം. വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും: കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ക്യാൻ ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ലോക്സഭ ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് പീപ്പിൾ. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തെറ്റാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരാം. അടുത്ത പോയിന്റ്, it can be introduced either by a minister or a private member and does not require the prior permission of president. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നതിന് പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ്റെ ആവശ്യം ഇല്ല. കാരണം പ്രസിഡന്റ് പ്രയർ പെർമിഷൻ ഇല്ലാതെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒന്നെങ്കിൽ അതൊരു മിനിസ്റ്ററിന് കൊണ്ടുവരാം. മിനിസ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവരുമ്പോൾ ആ ബില്ലിന് പറയുന്നത് ഗവൺമെൻറ് ബിൽ എന്നാണ്. പ്രൈവറ്റ് മെമ്പർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ അല്ലാത്ത ഒരു MP. അപ്പോൾ നിങ്ങൾക്കറിയാം, MP-മാരാണ് മിനിസ്റ്റേഴ്സായിട്ട് മാറുന്നത്. മിനിസ്റ്റർ അല്ലാത്തൊരു MP കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓർക്കുക, ലോക്സഭയിലോ രാജ്യസഭയിലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരാം. അതിന് പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷന്റെ ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ഒരു മിനിസ്റ്ററിനും ഇനിഷ്യേറ്റ് ചെയ്യാം, ഒരു MP-ക്കും ഇനിഷ്യേറ്റ് ചെയ്യാം. ദ ബിൽ മസ്റ്റ് ബി പാസ്ഡ് ഇൻ ഈച്ച് ഹൗസ് ബൈ എ സ്പെഷ്യൽ മജോറിറ്റി. ആ ബില്ല് 2 ഹൗസിലും, അതായത് ലോക്സഭയിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാവണം, രാജ്യസഭയിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാവണം. ആ ഒരു സെൻറ്റൻസിൽ ഈച്ച് ഹൗസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിന് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഉണ്ടായി, 2 ലോക്സഭയും രാജ്യസഭയും കൂടി അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിനൊരു ജോയിൻറ്റ് സിറ്റിംഗ് നടത്തി പരിഹരിക്കാൻ കഴിയുകയില്ല. ജോയിൻറ്റ് സിറ്റിംഗ് ഓർഡിനറി ബിൽസിനാണുള്ളത്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിന് എന്തില്ല? ജോയിൻറ്റ് സിറ്റിംഗ് ഇല്ല. അത് ഓരോ ഹൗസിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ തന്നെ പാസ്സാവണം. ലോക്സഭയിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാവണം, രാജ്യസഭയിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാവണം. അപ്പോൾ ഈ സ്പെഷ്യൽ മജോറിറ്റി എന്താണ്? നമ്മൾ സിമ്പിൾ മജോറിറ്റി, അബ്സല്യൂട്ട് മജോറിറ്റി, സ്പെഷ്യൽ മജോറിറ്റി എന്നൊക്കെ പഠിക്കും. അപ്പോൾ അതിൻ്റെ അത് സ്പെഷ്യൽ മജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് ആൻഡ് എ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതായത് മൊത്തത്തിലുള്ള ഹൗസിൻ്റെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എത്ര പേര് പ്രസന്റ് ആണെന്നുള്ളതിനേക്കാൾ ആ മെമ്പർഷിപ്പ് എത്ര മെമ്പർഷിപ്പാണുള്ളത് അതിൻ്റെ മജോറിറ്റി വേണം. അതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് മെമ്പേഴ്സ്, 2/3 മെമ്പേഴ്സും എവിടെ? ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് വോട്ടിന് വെക്കുമ്പോൾ പ്രസന്റ് ആയിട്ടുള്ള, അതിൽ വോട്ട് ചെയ്യുന്ന മെമ്പേഴ്സിലെ 2/3 മെമ്പേഴ്സും ആ ബില്ലിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിലേ നമുക്കത് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മജോറിറ്റിയിൽ പാസ്സാവണം. അതിന് ജോയിൻറ്റ് സിറ്റിംഗ് ഇല്ല. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമില്ല. മിനിസ്റ്റേഴ്സിനും കൊണ്ടുവരാം, MP-മാർക്കും കൊണ്ടുവരാം. ഒരു MP ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നാണ് പറയുന്നത്. മിനിസ്റ്റർ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ബില്ലാണ്. ഓക്കെ, ഇഫ് ദ ബിൽ ഈച്ച് ഹൗസ് മസ്റ്റ് പാസ് ദ ബിൽ സെപ്പറേറ്റ്ലി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് തന്നെ 2 ഹൗസും പാസ്സാകണം, ജോയിന്റ് സിറ്റിംഗ് ഇല്ല. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ ബിൽ സീക്സ് ടു അമെൻഡ് ദ ഫെഡറൽ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഫെഡറൽ പ്രൊവിഷൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഫെഡറൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അമെൻമെന്റ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഓൾസോ ബി റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് ബൈ എ സിമ്പിൾ മജോറിറ്റി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് GST കൊണ്ടുവന്നു. അത് സെൻട്രൽ സ്റ്റേറ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു ഫെഡറൽ മാറ്ററാണ്.
അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷനും കൂടെ വരും. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ മജോറിറ്റിയിൽ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സാവണം. അത് ഫസ്റ്റ് കണ്ടീഷൻ. സ്പെഷ്യൽ മജോറിറ്റിയിൽ ലോക്സഭയിൽ പാസ്സാവുന്നു, രാജ്യസഭയിൽ പാസ്സാവുന്നു. അതുമാത്രം പോരാ. എന്തിന്? ഫെഡറൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ അതുമാത്രം പോരാ. അതിൽ ഒരു കണ്ടീഷനും കൂടെ വേണം. പകുതിയിലധികം സംസ്ഥാനങ്ങൾ എന്നേ പറയുന്നുള്ളൂ, എല്ലാ സംസ്ഥാനങ്ങളെന്ന് പറയുന്നില്ല. ഓർത്തു വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഓൾ ദ സ്റ്റേറ്റ്സ് മസ്റ്റ് റാറ്റിഫൈ എന്നായിരിക്കും. തെറ്റ്. അല്ലെങ്കിൽ എന്ത് കൊടുക്കും? ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിന് പകരം എന്താണ് 25 സ്റ്റേറ്റ്സ് എന്നൊക്കെ കൊടുക്കും. അപ്പോൾ 25 സ്റ്റേറ്റ്സ് അങ്ങനെ കൃത്യമായിട്ട് നമ്പർ ഒന്നും തന്നെ ഇല്ല. 25 സ്റ്റേറ്റ്സ് പാസ്സാക്കണമെന്നില്ല, അല്ലെങ്കിൽ 20 സ്റ്റേറ്റ്സ് പാസ്സാക്കണമെന്നില്ല. പകുതിയിലധികം വന്നാൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഓൾസോ റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ്. ആകെയുള്ള സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ എന്ത് മജോറിറ്റിയിൽ റാറ്റിഫൈ ചെയ്യണം? സിമ്പിൾ മജോറിറ്റിയിൽ. അവിടെയും ഒരു ക്വസ്റ്റ്യനുള്ള ഹോപ്പ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ കൊടുക്കും, എന്നിട്ട് അവസാനം ഈ സിമ്പിൾ മജോറിറ്റി അങ്ങ് മാറ്റും. അവിടെ കൊണ്ട് സ്പെഷ്യൽ മജോറിറ്റി കൊടുക്കും. നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ തെറ്റിപ്പോവും. കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, പാർലമെന്റിന്റെ ഹൗസുകളിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിന് സ്പെഷ്യൽ മജോറിറ്റി ആവശ്യം. സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷന് സ്പെഷ്യൽ മജോറിറ്റിയുടെ ആവശ്യമില്ല. അവിടെ സിമ്പിൾ മജോറിറ്റി മതി. ഓക്കെ. സിമ്പിൾ മജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സിമ്പിൾ മജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. പിന്നെ അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് പ്രസിഡന്റിന്റെ വീറ്റോ പവേഴ്സിനെ കുറിച്ച് നിങ്ങൾ പ്രസിഡന്റ് പഠിച്ചു. അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബില്ല് വന്നെങ്കിൽ തിരിച്ചയക്കാൻ പറ്റും, റീകൺസിഡർ ചെയ്യുമോ എന്നുള്ള രീതിയിൽ തിരിച്ചയക്കാൻ പറ്റും. അങ്ങനെ റീകൺസിഡറേഷൻ അയച്ചു കഴിഞ്ഞാൽ ആ ബില്ല് ഒരു ചേഞ്ചും ഇല്ലാതെ പിന്നെയും വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഷുഡ് സൈൻ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ പുള്ളിക്കാരന് ആ പവർ ഇല്ല. പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ് ടു ദ ബിൽ. ഹി ക്യാൻ നൈദർ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് നോർ റിട്ടേൺ ദ ബിൽ. അതായത് പ്രസിഡന്റിന് സാധാരണഗതിയിൽ ഒരു ബില്ല് വെച്ച് താമസിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ബില്ല് വന്നു, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാതെ പ്രസിഡന്റ് ചെയ്യുന്ന വീറ്റോ പവറിനാണ് നമ്മൾ പറയുന്നത് പോക്കറ്റ് വീറ്റോ. അല്ലെ? പ്രസിഡന്റ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു, പ്രസിഡന്റ് ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതിനാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വീറ്റോ പവറും ഏത് ബില്ലിന്റെ കാര്യത്തിലില്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിന്റെ കാര്യത്തിലില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഷുഡ് സൈൻ. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. പ്രസിഡന്റിന് ഒരു തരത്തിലുള്ള വീറ്റോ പവറും ഏത് ബില്ലിന്റെ കാര്യത്തിലില്ല? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിന്റെ കാര്യത്തിലില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ബില്ല് പ്രസിഡന്റിന് പാർലമെന്റ് റീകൺസിഡറേഷൻ അയക്കാം, അല്ലെങ്കിൽ ഈ താഴെ പറഞ്ഞവയിൽ ഏത് ബില്ലാണ് അയക്കാൻ പറ്റാത്തത്? ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് പ്രസിഡന്റിന് റീകൺസിഡറേഷൻ അയക്കാൻ പറ്റുകയില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് പ്രസിഡന്റിന് ചെയ്യാവുന്ന ആകെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് സൈൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു അമെൻഡ്മെന്റ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഈ അമെൻഡ്മെന്റും വേണമെങ്കിൽ എക്സാമിന് എടുത്ത് ചോദിക്കാവുന്ന. അപ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻഡ്മെന്റ്സ് സെപ്പറേറ്റ് എഴുതി സൂക്ഷിക്കുക. ഇപ്പം നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻഡ്മെന്റ്. അതുപോലെ തന്നെ 42nd അമെൻഡ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 52nd അമെൻഡ്മെന്റ് ആന്റി ഡിഫെക്ഷനെ കുറിച്ച് പറയുന്ന, അതായത് നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ച് പറയുന്ന, കൂറുമാറ്റ നിയമത്തെക്കുറിച്ച് പറയുന്ന 52ാമത്തെ അമെൻഡ്മെന്റ്. അതുപോലത്തെ അമെൻഡ്മെന്റ്സ് എല്ലാം നിങ്ങൾ മാറ്റി എഴുതി. ആ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട ഒരു അമെൻഡ്മെന്റ് ആണ് 24th അമെൻഡ്മെന്റ്. അപ്പോൾ 24th അമെൻഡ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1971, 1971 24ാമത്തെ ഭരണഘടനാ ഭേദഗതി made it obligatory for the president to give his assent. അപ്പോൾ ഏത് ഭേദഗതിയിലൂടെയാണ് പ്രസിഡന്റ് തീർച്ചയായിട്ടും സൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്? ആ പറഞ്ഞത് 24ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1971. അപ്പോൾ 1971 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിലൂടെ ഇറ്റ്സ് മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ദ പ്രസിഡന്റ് ടു സൈൻ.
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണോ പ്രസിഡന്റ് സൈൻ വെച്ചിരിക്കണം, ഒരു വീറ്റോ പവറും ഇല്ല, ഓർത്തിരിക്കുക. ആഫ്റ്റർ ദ പ്രസിഡൻസ് അസെന്റ് ദ ബിൽ ബിക്കംസ് ആൻ ആക്ട്. അത് നമുക്കറിയാം, നോർമലി ഒരു ബില്ലും ഒരു ആക്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ബില്ലെന്ന് പറഞ്ഞ ഒരു പ്രപ്പോസലാണ്. നിങ്ങൾക്കൊരു ബില്ല് നിങ്ങളുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ ബില്ല് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ ഒപ്പോട് കൂടിയാണ് ആ ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ബില്ലും ആക്ടും തമ്മിലുള്ള വ്യത്യാസം, ബില്ലൊരു പ്രപ്പോസലാണ്, ആ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പ് കിട്ടുമ്പോൾ മാത്രമേ ആ ബില്ല് എന്തായി മാറുള്ളൂ? ആക്ട് ആയിട്ട് മാറത്തുള്ളൂ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് നോക്കാം. എത്ര തരത്തിൽ നമ്മുടെ ഭരണഘടനയെ നമുക്ക് അമെൻഡ് ചെയ്യാൻ കഴിയും? ഏതൊക്കെ തരത്തിലാണ് അമെൻമെന്റ് ഉള്ളത്?